നമസ്കാരം. ഇത് പുതിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ റിം ലോക്ക്. നമുക്ക് പല പല കാറ്റഗറീസ് ലോക്കിലുണ്ട്. ലോക്ക്, റിം ലോക്ക്, ബോൾട്ട് ലോക്ക്. അതിൽ റിം ലോക്ക് എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സെക്യൂർഡ് ആണ്. ദാറ്റ് മീൻസ് ലോക്കിനെ അല്ലെങ്കിൽ ബോൾട്ട് ലോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പവർ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലോക്കും യൂസ്ലെസ് ആണ്. പക്ഷേ റിം ലോക്ക് പവർ ഇല്ലെങ്കിലും വർക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രൊഡക്റ്റിൽ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് ഇന്റലിജന്റ് റിം ലോക്ക്. എന്താണ് ഇന്റലിജന്റ് റിം ലോക്ക്? ഇതിന് കുറച്ചുകൂടി ആഡ് ഓൺസ് ഉണ്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ്, പാസ്വേഡ്, മാനുവൽ കീസ്, പിന്നെ റിമോട്ട്, ID കാർഡ്, ദാറ്റ് മീൻസ് ലൈക്ക് RFID കാർഡ്, ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് അൺലോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻസ്റ്റോൾ ചെയ്യുന്ന ലൊക്കേഷനിൽ 2.4 GHz വൈഫൈ വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ആദ്യം അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. യൂസർ മാനുവൽ, ലോങ് റേഞ്ച് റിമോട്ടാണ്. അത്യാവശ്യം റേഞ്ച് കൂടുതൽ കിട്ടും. കമ്പനി പറയുന്നത് 30 മീറ്റർ എന്താണ് ഓപ്പൺ സ്പേസ് പറയുന്നത്. അത്യാവശ്യം റേഞ്ച് ഉള്ള റിമോട്ട്, പുറത്ത് വെക്കാൻ പറ്റുന്ന, ഫിംഗർ പ്രിന്റ്, RFID എല്ലാം കൂടി ഉള്ള ഒരു ഡിവൈസ്. ദാറ്റ് മീൻസ് ഈ ഡിവൈസിലാണ് നമ്മൾ ഫിംഗർ പ്രിന്റ്, RFID, പാസ്വേഡ് എല്ലാം എൻ്റർ കൊടുക്കുന്നത്. കീ സെറ്റ് 3 കീ ഉണ്ട്. പിന്നെ RFID തന്നെ കുറച്ചുകൂടി ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ലൈക്ക് ഒരു കീ സെറ്റാണ്. ഇത് RFID ടാഗാണത്. ഇനി വരുന്നതെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് റിം ലോക്ക്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹാർഡ്വെയർ. വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയുള്ള ലൈക്ക് നമ്മൾ ഔട്ട്ഡോർ ആണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടിങ്ങിന് വേണ്ടി റബ്ബർ ബീഡിങ്സ് ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇത് ഇൻഡോർ യൂണിറ്റ് ആണ്. പ്രൊഡക്റ്റ് ഇൻഡോറിൽ വരും, ഇത് ഔട്ട്ഡോറിൽ വരും. ഞാൻ പ്രൊഡക്റ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞില്ലേ 12 വോൾട്ടിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് ബാറ്ററി ബേസ്ഡ് ആണ്. നമുക്ക് ബാറ്ററി ഇതിലിടുവാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഇടുവാണ്, നോർമൽ ബാറ്ററി. ശരിക്കും ഇതിന് യൂസ് ചെയ്യേണ്ടത് ആൽക്കലൈൻ ടൈപ്പ് ബാറ്ററീസ് ആണ്. ഇപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ പർപ്പസിൽ നോർമൽ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് ഒട്ടും പ്രത്യേകിച്ച് ലൈഫ് ഉണ്ടാവില്ല. സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ഡിവൈസ് കണക്ട് ചെയ്യാം. പാസ്വേഡ്, ഫിംഗർ പ്രിന്റ് സെൻസർ, RFID. ഫെയർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അടിക്കുന്നത്. സെൻസർ ഉണ്ട്. ഈ സെൻസർ അഗെയിൻസ്റ്റ് ആയിട്ടാണ്. സെൻസർ ഡയറക്റ്റ് ഇതിൻ്റെ ലൈൻ ഓഫ് കോണ്ടാക്റ്റിൽ വന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള പേര് എനിക്കറിയില്ല, ഈ സംഭവം പുറത്തേക്ക് വരുള്ളൂ. ഇത് ലോക്കായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവില്ല. ഇതിലെ ഫിംഗർ അൺലോക്കായി.
പിന്നെ തിരിച്ചെപ്പോഴാണോ ഈ ഡോറ് കറക്റ്റ് ആ പൊസിഷനിലേക്ക് വരുന്നത് ആ ടൈമിലേക്ക് അത് പിന്നെ ലോക്ക് ആവും. വളരെ സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റാണ്. ലൈക്ക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ പോലെ ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ്. ഓപ്പറേഷൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇതിൻ്റെ ഇത് പോകുന്ന കാണിച്ചു കേട്ടോ. ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റാണ്. വളരെ സിമ്പിൾ. ദറ്റ് മീൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളതിൽ വളരെ ക്യൂട്ടായിട്ടും വളരെ സിമ്പിളായിട്ടും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതും പ്രത്യേകിച്ച് ഒരു ഹൈ എൻഡ് ടെക്നീഷ്യൻ്റെ ഒന്നും ഒരു അവൈലബിലിറ്റി നമുക്ക് ഇതിൽ നോക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്യുന്ന വീഡിയോ കുറച്ചും കൂടി ഇൻ ഡെപ്തിൽ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് എല്ലാം ഷോർട്ട് ആയിരുന്നു. അല്ലെങ്കിൽ ഒരു സൈറ്റിൽ റിയൽ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് വീഡിയോ ഫ്യൂച്ചറിൽ ഞാനത് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു പുതിയ പ്രൊഡക്റ്റായിട്ട് അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റിംഗ് പ്രൊഡക്റ്റായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.